നമ്മൾ യൂണിറ്റ് 2 ഫസ്റ്റ് കോൺസെപ്റ്റ് ക്ലാസ് ആണ്. അത് സീക്വൻസസ് ആൻഡ് സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. നമ്മൾ റിയൽ അനാലിസിസിലോട്ട് കടന്നു. അതിൽ ഫസ്റ്റ് കോൺസെപ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് സീക്വൻസസും സീരീസും ബന്ധപ്പെട്ടിട്ടാണ്. കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി ഈസിയർ പോർഷൻസ് ആണ് വരുന്നത്. ആൻഡ് കുറേ ക്വസ്റ്റ്യൻസ് വരുന്ന പോർഷനും കൂടിയാണ്. സീക്വൻസസ്, ബൗണ്ടഡ് സീക്വൻസസ്, മോണോട്ടോൺ സീക്വൻസസ്, കൺവേർജൻസ് ഓഫ് സീക്വൻസസ്, ഡൈവേർജൻറ്റ് സീക്വൻസസ്, ഓസിലേറ്റിംഗ് സീക്വൻസസ്, പിന്നെ അതേപോലെ തന്നെ സീരീസിൽ കൺവേർജൻറ്റ് സീരീസ്, ഡൈവേർജൻറ്റ് സീരീസ്, പിന്നെ ബൗണ്ടഡ് സീരീസ്, ഓസിലേറ്റിംഗ് സീരീസ്, പിന്നെ സീരീസ് കൺവേർജൻസ് കണ്ടുപിടിക്കാനുള്ള കുറേ ടെസ്റ്റ്സ് അല്ല, മെയിനായിട്ട് 3 ടെസ്റ്റ്സ്: കമ്പാരിസൺ ടെസ്റ്റ്, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്, റേഷ്യോ ടെസ്റ്റ്, റൂട്ട് ടെസ്റ്റ്. 4 ടെസ്റ്റ്. കമ്പാരിസൺ, ലിമിറ്റ് കമ്പാരിസൺ ഒന്നാക്കിയാൽ 3 ടെസ്റ്റ്. അങ്ങനെ കുറച്ച് ടെസ്റ്റ്സ്. പിന്നെ പവർ സീരീസിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ്, ഇൻ്റർവൽ ഓഫ് കൺവേർജൻസ്, ഇതൊക്കെയാണ് ഈ യൂണിറ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ്, ബൗണ്ടഡ് സീക്വൻസ്. സീക്വൻസ് എന്താണെന്ന് നമുക്കറിയാം. ഒരു ഫംഗ്ഷൻ ഫ്രം നാച്ചുറൽ നമ്പേഴ്സ് ടു എ സെറ്റ്. ഒരു റിയൽ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എ ഫംഗ്ഷൻ ഫ്രം നാച്ചുറൽ നമ്പേഴ്സ് ടു റിയൽ നമ്പേഴ്സ്. അങ്ങനത്തെ ഒരു ഫംഗ്ഷനെയാണ് സീക്വൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്ക് ബൗണ്ടഡ് സീക്വൻസസിൽ ബൗണ്ടഡ് അബവ് സീക്വൻസസ്, ബൗണ്ടഡ് ബിലോ സീക്വൻസസ് എന്ന് പറയാം. അതിൽ ഈ 2 ക്രൈറ്റീരിയം, ബൗണ്ടഡ് അബവും ബൗണ്ടഡ് ബിലോ ആവുന്ന സീക്വൻസസിനെയാണ് നമ്മൾ ബൗണ്ടഡ് സീക്വൻസസ് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ അൺബൗണ്ടഡ് എന്നും പറയും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഡെഫിനിഷൻ. ബൗണ്ടഡ് അബവ് സീക്വൻസ്. A sequence Sn is said to be bounded above if there exists a real number k2 such that Sn less than or equal to k2 for all n belongs to n. The real number k2 is called the upper bound of the sequence Sn. ഒരു സീക്വൻസ് ബൗണ്ടഡ് അബവ് ആണെന്ന് പറയണമെങ്കിൽ ആ സീക്വൻസിന് ഒരു അപ്പർ ലിമിറ്റ് വേണം. ഇൻ ദ സെൻസ് ആ സീക്വൻസിലെ എല്ലാ ടേംസും ഒരു റിയൽ നമ്പർ k2-നെക്കാട്ടും കുറവാണെങ്കിൽ ആ k2 ഈ സീക്വൻസിൻ്റെ അപ്പർ ബൗണ്ട് ആണെന്നും ഇതൊരു ബൗണ്ടഡ് അബവ് ആയിട്ടുള്ളൊരു സീക്വൻസ് ആണെന്നും നമുക്ക് പറയാം. സിമിലർലി, ബൗണ്ടഡ് ബിലോ സീക്വൻസ് ഇസ് എ സീക്വൻസ് Sn. It is said to be bounded below if there exists a real number k1 such that Sn is greater than or equal to k1 for all n belongs to n. ബൗണ്ടഡ് അബവ് പോലെ തന്നെ ബൗണ്ടഡ് ബിലോ എന്ന് പറയണമെങ്കിൽ ആ സീക്വൻസിലെ എല്ലാ ടേംസും ഒരു k1 എന്ന് പറഞ്ഞ ടേമിനെക്കാട്ടും വലുതാണെങ്കിൽ ഈ സീക്വൻസ് is said to be bounded below and the number k1 is called the lower bound of the sequence. മറ്റേത് അപ്പർ ബൗണ്ട് ആണെങ്കിൽ ഇവിടെ ലോവർ ബൗണ്ട് ആണ്. കാരണം ഈ സീക്വൻസിലെ എല്ലാ ടേംസും k1-നെക്കാട്ടും വലുതാണ്, k1 ഒരു ലോവർ ബൗണ്ട് ആണ്. Now, bounded sequence. A sequence Sn is said to be bounded above as well as bounded below. That is, if there exist 2 real numbers k1 and k2 such that k1 less than or equal to Sn less than or equal to k2 for all n belongs to n. ബൗണ്ടഡ് അബവും ബൗണ്ടഡ് ബിലോവും ആണ് എന്ന് പറയണമെങ്കിൽ ഒരു ലോവർ ബൗണ്ടും വേണം, അപ്പർ ബൗണ്ടും വേണം. ഓക്കെ, in other words, a sequence Sn is bounded if and only if there exists a real number k such that mod Sn less than or equal to k for all n belongs to n. ഈ mod Sn less than or equal to k എന്ന് പറഞ്ഞാൽ എന്താണ്? This is minus k less than or equal to Sn less than or equal to k for all n belongs to n. എന്ന് വെച്ചാൽ മൈനസ് കെ Sൻ്റെ ലോവർ ബൗണ്ടും കെ Sൻ്റെ ഒരു അപ്പർ ബൗണ്ടുമായിട്ട് നമുക്ക് കിട്ടിയാൽ അങ്ങനത്തെ ഒരു കേസിലും ഈ സീക്വൻസ് Sn ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണെന്ന് നമ്മൾ പറയും. ആൻഡ് അൺബൗണ്ടഡ് സീക്വൻസ് ഇസ് എ സീക്വൻസ് Sn വിച്ച് ഇസ് നോട്ട് ബൗണ്ടഡ്. ഒരു സീക്വൻസ് അൺബൗണ്ടഡ് ആണെന്ന് പറയണമെങ്കിൽ ആ സീക്വൻസ് ബൗണ്ടഡ് ആവാതിരുന്നാൽ മതി. അപ്പോൾ ബൗണ്ടഡ് ആവാതിരിക്കണമെങ്കിൽ ബൗണ്ടഡ് അബവ് ആൻഡ് ബൗണ്ടഡ് ബിലോ രണ്ടും ഒരുമിച്ചാവരുത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സീക്വൻസ് ബൗണ്ടഡ് അബവ് ആണ് പക്ഷേ ബൗണ്ടഡ് ബിലോ അല്ലെങ്കിൽ അതൊരു അൺബൗണ്ടഡ് സീക്വൻസ് ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു സീക്വൻസ് ബൗണ്ടഡ് ബിലോ ആണ് പക്ഷേ ബൗണ്ടഡ് അബവ് അല്ലെങ്കിൽ അതും ഒരു അൺബൗണ്ടഡ് സീക്വൻസ് ആണ്. കാരണം ബൗണ്ടഡ് സീക്വൻസ് ആവണമെങ്കിൽ ബോത്ത് ബൗണ്ടഡ് ബിലോ ആൻഡ് ബൗണ്ടഡ് അബവ് ആവണം. ഫോർ എക്സാമ്പിൾ, the sequence n square is bounded below by 1 but not bounded above. n square എന്ന് പറഞ്ഞ സീക്വൻസ് എന്തൊക്കെയാണ്? 1, 4, 9 അങ്ങനെ. ഇതിന് ലോവർ ബൗണ്ട് ഉണ്ട്. ഈ n സ്ക്വയർ എപ്പോഴും 1-ലേറെ ഗ്രേറ്റർ ആണ്. n സ്ക്വയർ ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ or equal to 1. അതുകൊണ്ട് ബൗണ്ടഡ് ബിലോ ആണെന്ന് പറയാം ഫോർ ഓൾ n അല്ലെ. 1 is less than or equal to n square for all n in the natural numbers. പക്ഷെ ഇതിനൊരു അപ്പർ ബൗണ്ട് ഉണ്ടോ? ഏതെങ്കിലും റിയൽ നമ്പറിനെക്കാട്ടും ചെറുതാണ് n സ്ക്വയർ എപ്പോഴും ഫോർ ഓൾ n എന്ന് പറയാൻ പറ്റുമോ? ഞാനൊരു വലിയൊരു നമ്പർ പറഞ്ഞു 1000. 1000-ലേറെ വലിയൊരു n സ്ക്വയർ എനിക്ക് കണ്ടുപിടിച്ചൂടെ?
So upper bound n square illa. So it's bounded below by 1 but not bounded above. The second example, the sequence minus n square is bounded above by minus 1 but not bounded below. Minus n square endokkeya varune? Minus 1, minus 4, minus 9, etc. ഇതിന് ഒരു ലോവർ ബൗണ്ട് ഉണ്ടോ? ഇല്ല. കാരണം -4 എന്ന് പറയുന്നത് -1-നെക്കാളും ചെറിയ നമ്പറാണ്, -9 എന്ന് പറയുന്നത് -4-നെക്കാളും ചെറിയ നമ്പറാണ്, പിന്നെ -16 അങ്ങനെ കുറഞ്ഞുകൊണ്ടേ വരുന്നുണ്ട്. അതിനൊരു എൻഡില്ലോ, ഇതിനൊരു ലോവർ ബൗണ്ട് ഇല്ല. പക്ഷെ ഇതിൻ്റെ അപ്പർ ബൗണ്ട് ഉണ്ടോ? ഉണ്ട്. -1 is the upper bound. -1-ലും വലിയൊരു നമ്പർ -n² എടുക്കുന്നില്ല. So -1 is an upper bound and it doesn't have a lower bound. So the sequence -n² is bounded above but not bounded below. So ഇപ്പോൾ ഈ രണ്ട് പറഞ്ഞ സീക്വൻസസും ബൗണ്ടഡ് അല്ല. കാരണം ബൗണ്ടഡ് ആവണമെങ്കിൽ both bounded below and bounded above ആവണം. The third is the sequence n by n plus 1 is bounded above by 1 and bounded below by 1 by 2. So ഈ n by n plus 1-നെ നമുക്ക് n by n plus 1. ഓക്കെ, ഈ n by n plus 1 എന്നുള്ളത് 1 by 2-ൻ്റെയും n-ൻ്റെയും ഇടയിലാണ് അല്ലേ? യെസ്. ഹെൻസ് ഈ n by n plus 1 എന്ന് പറയുന്ന സീക്വൻസ് ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ്. കാരണം ഇറ്റ്സ് ബൗണ്ടഡ് ബിലോ ആൻഡ് ബൗണ്ടഡ് അബവ്. സോ n by n plus 1 is a bounded sequence. ഇനി കൺവേർജൻറ്റ് സീക്വൻസ്. എപ്പോഴാണ് സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് പറയുന്നത്? So sequence Sn is said to converge to a real number L if for each epsilon greater than 0 there exists a positive integer n such that mod Sn minus L less than epsilon for all n greater than or equal to n. ഒരു സീക്വൻസ് ഒരു L എന്ന് പറഞ്ഞ നമ്പറിലോട്ട് കൺവേർജ് ചെയ്യണമെങ്കിൽ there must exist a positive integer n such that ആ n-ന് ശേഷമുള്ള എല്ലാ Sn-ഉം L-ഉം തമ്മിലുള്ള ഡിഫറൻസ് ഏതൊരു എപ്സിലോണിനെയും കാട്ടും കുറവായിരിക്കണം. ഏതൊരു എപ്സിലോൺ എടുത്താലും അതിലേറെ എന്ന് വെച്ചാൽ Sn L-ലോട്ട് അപ്രോച്ച് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഒരു സ്പെസിഫിക് n-ന് ശേഷമെങ്കിലും. Now this real number L is called the limit of the sequence Sn and we denote as limit n tends to infinity Sn is equal to n. ഇങ്ങനെ കിട്ടുന്ന L ആണ് ഈ Sn-ന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. കൺവേർജ് ചെയ്യുന്ന പോയിന്റിനെയാണ് ലിമിറ്റ് ഓഫ് ദ സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി ഡൈവേർജന്റ് സീക്വൻസസ്. So sequence Sn is said to diverge to infinity if for every real number k greater than 0 there exists a positive integer n such that Sn greater than k for all n greater than or equal to n. ഇപ്പോൾ ഒരു സീക്വൻസ് ഇൻഫിനിറ്റിയിലോട്ട് കൺവേർജ് ആകുന്നു എന്ന് പറയണമെങ്കിൽ there must exist a real number k greater than 0 for any real number k greater than 0 there must exist an integer n such that Sn is greater than k for all n greater than or equal to n. അപ്പോൾ നിങ്ങൾ ഏതൊരു റിയൽ നമ്പർ എടുത്താലും ആ റിയൽ നമ്പറിനെക്കാട്ടും വലിയ ഒരു സീക്വൻസിലെ എലിമെൻറ്റ് നിങ്ങൾക്ക് കിട്ടണം. അങ്ങനെ കിട്ടിയാൽ ഇപ്പം ഞാൻ പറയുന്നു 1000 എന്നുള്ള നമ്പർ എടുത്താൽ 1000-നെക്കാട്ടും വലിയൊരു സീക്വൻസിലെ നമ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അത് കഴിഞ്ഞാൽ അതിലും അങ്ങനെ കിട്ടിയാൽ നമ്മൾ അതിലും വലിയൊരു നമ്പർ എടുക്കുന്നു, ആ നമ്പറിനെക്കാട്ടും വലിയൊരു നമ്പർ സീക്വൻസിലുണ്ട്. അങ്ങനെ ഏതൊരു റിയൽ നമ്പർ കെ എടുത്താലും അതിലേറെ വലിയൊരു Sn നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ the sequence Sn is said to diverge to infinity. And if sequence Sn diverges to infinity, we write limit n tends to infinity Sn is equal to infinity. Now oscillatory sequence. നമ്മൾ പല സ്ഥലത്തും പല ബുക്സിലും പല ടെക്സ്റ്റിലും പല കോണ്ടെക്സ്റ്റിലും ചില സ്ഥലത്ത് കൺവേർജൻ ഡൈവേർജൻ ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. ചില സ്ഥലത്ത് കൺവേർജൻ ഡൈവേർജൻ ആൻഡ് ഓസിലേറ്ററി ഉണ്ടാവും. ചില ടെക്സ്റ്റിൽ ഡൈവേർജൻ എന്ന് പറയുന്നത് കൺവേർജൻ അല്ലാത്ത സീക്വൻസസ് എന്നാണ്. എന്നുവെച്ചാൽ ലിമിറ്റ് ഇല്ലാത്ത സീക്വൻസസ് ഒക്കെ ഡൈവേർജൻ്റ് ആണ് എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ജാമിൽ 3 ടൈപ്പ് ഓഫ് സീക്വൻസസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കൺവേർജൻ, ഡൈവേർജൻ ആൻഡ് ഓസിലേറ്ററി. കൺവേർജൻ എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് ഉണ്ടാവണം. ഡൈവേർജൻ എന്ന് പറയുന്നത് അത് ഇൻഫിനിറ്റിയിലോട്ടാവണം കൺവേർജ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആവണം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എൻ ഒരു റിയൽ നമ്പർ ആണെങ്കിൽ അതൊരു കൺവേർജൻ സീക്വൻസ് ആയിരിക്കും. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എൻ ഇൻഫിനിറ്റി ആണെങ്കിൽ അതൊരു ഡൈവേർജൻ സീക്വൻസ്. ഇനി ഇത് രണ്ടും അല്ലാതെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, പകരം ഇത് കുറച്ച് നമ്പേഴ്സിൻ്റെ ഇടയിൽ കളിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അതിനെ ഓസിലേറ്ററി സീക്വൻസ് എന്ന് വിളിക്കും. പറയാം. So sequence Sn is said to be an oscillatory sequence if it's neither convergent nor divergent.
കൺവേർജന്റും ഡൈവേർജന്റും അല്ലാത്ത കേസസിലാണ് ഓസിലേറ്ററി സീക്വൻസസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ലിമിറ്റ് ഫൈനൈറ്റുമല്ല, ലിമിറ്റ് ഇൻഫിനിറ്റിയും അല്ല. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഒരു വാല്യൂ ഇല്ല ലിമിറ്റിന്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത കേസസ് ആണ് ഓസിലേറ്ററി സീക്വൻസസ്. ഫോർ എക്സാമ്പിൾ, ദ സീക്വൻസ് 1 + 1/n കൺവേർജസ് ടു ലിമിറ്റ് 1. 1 + 1/n ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 + 1/n എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് ദ സീക്വൻസ് n² ഡൈവേർജസ് ടു ഇൻഫിനിറ്റി. നമ്മൾ നോക്കി 1, 4, 9 അതങ്ങനെ പോകുന്ന ഇൻഫിനിറ്റിയിലോട്ടാണ്. സോ ആ സീക്വൻസ് ഡൈവേർജൻ്റ് ആണ്. 1 + 1/n കൺവേർജൻ സീക്വൻസ് ആണ്, n² ഒരു ഡൈവേർജൻ സീക്വൻസ് ആണ്. Further, the sequence 1 + -1 the whole raised to n oscillates finitely. ഈ 1 + -1 the whole raised to n എന്താ? 1 n 1 ആകുമ്പോഴാണ് നമ്മൾ ആദ്യം പറയാം. സോ ദാറ്റ് ഈസ് 1 - 1, അടുത്തത് 1 + 1, പിന്നെ 1 - 1, അങ്ങനെ. അതെന്താണ്? 1 - 1 0, 1 + 1 2, 1 - 0 2, 0 2. ഇതിന് ലിമിറ്റ് ഉണ്ടോ? ഇതിന് ലിമിറ്റ് 0 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. 2 എന്ന് പറയാൻ പറ്റുമോ? അതും ഇല്ല. സോ 0-നും 2-ൻ്റെ ഇടയിൽ കളിക്കുകയാണ്. ഇതിനൊരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. 0 ആണ്, അല്ലെങ്കിൽ 2 ആണ്, അല്ലെങ്കിൽ വേറൊരു നമ്പർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ ഇത് സ്പെസിഫിക് നമ്പർ എടുക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. 0-നും 2-ൻ്റെ ഇടയിൽ ഓസിലേറ്റ് ചെയ്ത് കളിക്കുകയാണ്. ഹെൻസ് ദിസ് ഇസ് ആൻ ഓസിലേറ്ററി സീക്വൻസ്. ഇനി ഇതേപോലെ തന്നെ ചിലപ്പോൾ ഇൻഫിനിറ്റിയിലോട്ടും -ഇൻഫിനിറ്റിയിലോട്ടും ഓസിലേറ്റ് ചെയ്യുന്ന സീക്വൻസ് ഉണ്ടാകാം. -ഇൻഫിനിറ്റിയിലോട്ട് പോകും, ചിലപ്പോൾ ഇൻഫിനിറ്റിയിലോട്ട് പോകും. ഒരു സൈഡ് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഇൻഫിനിറ്റിയിലോട്ടാണ് പോകുന്നത്, അടുത്ത ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് -ഇൻഫിനിറ്റിയിലോട്ടാണ് പോകുന്നത്. അതും ഓസിലേറ്ററി സീക്വൻസസ് ആണ്. അത് ഇൻഫൈനൈറ്റ്ലി ഓസിലേറ്റിംഗ് സീക്വൻസ് ആണ്. ഇത് ഫൈനൈറ്റ്ലി ഓസിലേറ്റിംഗ് സീക്വൻസ്. ഫൈനൈറ്റ് ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സിൻ്റെ ഇടയിലാണ് ഓസിലേഷൻ നടക്കുന്നതെങ്കിൽ ഫൈനൈറ്റ്ലി ഓസിലേറ്റിംഗ് സീക്വൻസ്. ഇൻഫൈനൈറ്റ് നമ്പേഴ്സ്, ദാറ്റ് ഇസ് -ഇൻഫിനിറ്റി ഇൻഫിനിറ്റിൻ്റെ ഇടയിലാണ് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഇസ് ആൻ ഇൻഫൈനൈറ്റ്ലി ഓസിലേറ്റിംഗ് സീക്വൻസ്. ഇത് കുറച്ച് തിയറംസ് ആണ്. എവറി കൺവേർജൻ സീക്വൻസ് ഇസ് ബൗണ്ടഡ്. ഏതൊരു കൺവേർജൻ സീക്വൻസും ബൗണ്ടഡ് ആണ്. എ സീക്വൻസ് കൻ നോട്ട് കൺവേർജ് ടു മോർ ദാൻ 1 ലിമിറ്റ്സ്. ലിമിറ്റ് ഓഫ് എ കൺവേർജൻ സീക്വൻസ് ഇസ് യുണീക്ക്. ഒറ്റ ലിമിറ്റേ ഒരു കൺവേർജൻ സീക്വൻസിന് ഉണ്ടാവുള്ളൂ. ഇഫ് സീക്വൻസ് Sn is a sequence of non-negative numbers such that limit n tends to infinity Sn is equal to L, then L is greater than or equal to 0. But non-negative terms ആണ് Sn. Sn is always greater than or equal to 0 ആണെങ്കിൽ limit n tends to infinity Sn will always be greater than or equal to 0. Non-negative numbers-ൻ്റെ സീക്വൻസസിൻ്റെ ലിമിറ്റ് എപ്പോഴും non-negative ആയിരിക്കും. And algebra of sequences. So if sequence Sn and Tn be two sequences such that the limit Sn is equal to Ln and limit Tn is equal to L dash. ഇപ്പോൾ രണ്ട് കൺവേർജൻ സീക്വൻസസ് ഉണ്ട്. ഒന്നിൻ്റെ ലിമിറ്റ് എല്ലും ഒന്നിൻ്റെ ലിമിറ്റ് എൽ ഡാഷും ആണെങ്കിൽ Sn + Tn എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ലിമിറ്റ് L + L dash ആയിരിക്കും. അതേപോലെ Sn - Tnൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് L - L dash ആയിരിക്കും. അതേപോലെ ഇത് രണ്ടിനും പ്രൊഡക്റ്റ് Sn Tn എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ലിമിറ്റ് L × L dash ആയിരിക്കും. അതേപോലെ ലിമിറ്റ് ഓഫ് Sn/Tn വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് Sn/Tn ദാറ്റ് ഇസ് L / L dash പ്രൊവൈഡഡ് ദാറ്റ് L dash നോട്ട് ഈക്വൽ ടു 0. നമ്മൾ ഈ കോഷ്യൻ റൂൾ ഒക്കെ പറയുന്ന പോലെ തന്നെ. Now if a sequence Sn diverges to infinity, then any subsequence Snk of Sn also diverges to infinity. ഒരു സീക്വൻസ് Sn ഡൈവേർജൻ സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ ഏതൊരു സബ്സീക്വൻസും, സബ്സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞ സീക്വൻസ് ആണ് 1, 2, 3, 4, 5, ഇതാണ് സീക്വൻസ് n. ഇതിൻ്റെ സബ്സീക്വൻസ് ആണ് ഇപ്പോൾ നമ്മൾ 1, 3, 5, 1, 3, 5 ഇങ്ങനെ എടുക്കുന്ന ഇതിൻ്റെ ഒരു സബ് സീക്വൻസ് ആണ്. എന്നുവെച്ചാൽ ഈ സീക്വൻസിൽ ചില എലിമെൻറ്റ്സ് എടുക്കുമ്പോൾ ഓർഡർ പ്രിസർവ് ചെയ്തിട്ട് ചില എലിമെൻറ്റ്സിന് എടുക്കുന്നത് ഇതിൻ്റെ ഒരു സബ് സീക്വൻസ് ആണ്. സോ ഒരു സീക്വൻസ് ഡൈവേർജൻ സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ സബ് സീക്വൻസസ് മൊത്തം ഡൈവേർജൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. Now if a sequence Sn diverges to infinity and the sequence Tn is bounded, then sequence Sn + Tn diverges to infinity. ഇപ്പോൾ ഒരു സീക്വൻസ് ഡൈവേർജൻ സീക്വൻസ് ആണ്, ഒരു സീക്വൻസ് ബൗണ്ടഡ് സീക്വൻസ് ആണ്.
ഇത് രണ്ടും ആഡ് ചെയ്തിട്ടുള്ള സീക്വൻസ് ഇൻഫിനിറ്റിയിലോട്ട് ഡൈവേർജ് ചെയ്യുന്ന സീക്വൻസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ എസ് ഒരു ഡൈവേർജൻറ്റ് സീക്വൻസും ടി ഒരു ബൗണ്ടഡ് സീക്വൻസും ആണെങ്കിൽ SN plus TN will be a divergent sequence. If the sequences SN, TN diverge to infinity, then the sequences SN plus TN diverge to infinity. രണ്ട് divergent sequences സമ്മും ഒരു divergent sequence ആയിരിക്കും. ഇനി Bolzano-Weierstrass theorem. ഇതൊരു quite important theorem ആണ്. Every bounded sequence AN of real numbers has a convergent subsequence. ഏതൊരു ബൗണ്ടഡ് സീക്വൻസിനും ഒരു കൺവേർജൻറ്റ് സബ്സീക്വൻസ് ഉണ്ടാകും എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാൻ -1 the whole raised to n അല്ലെങ്കിൽ വേണ്ട, നമ്മൾ മുന്നെടുത്ത എക്സാമ്പിൾ ഉണ്ടായിരുന്നു, എന്തായിരുന്നു, ഓർ -1 the whole raised to n എടുക്കാം. -1 the whole raised to n എന്ന് പറഞ്ഞാൽ എന്താ, -1 1 -1 1 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇത് ബൗണ്ടഡ് അല്ലേ? എന്തുകൊണ്ടാണ്? -1നും 1ൻ്റെ ഇടയിലാണ് എല്ലാ ടേംസും വരുന്നത്. സോ ഇറ്റ്സ് എ ബൗണ്ടഡ് സീക്വൻസ്. ഇനി ഇതിൻ്റെ ഒരു കൺവേർജൻറ്റ് സബ്സീക്വൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുമോ? ഡെഫിനറ്റ്ലി. ഇതിൻ്റെ ഈവൻ ഓർഡേഴ്സിലുള്ള ടേംസ് എടുത്താൽ എന്ത് വരും? 1 1 1. ഇനി ഓഡ് ഓർഡേഴ്സിലെ ടേംസ് എടുത്താലോ -1 -1 -1. ഇതെങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്? ഫസ്റ്റ് സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന 1ലോട്ടും സെക്കൻഡ് സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന -1ലോട്ടും. ഇതേപോലെ ഏതൊരു ബൗണ്ടഡ് സീക്വൻസിനും ഒരു കൺവേർജൻറ്റ് സബ്സീക്വൻസ് എന്തായാലും കാണും. Cauchy sequence. A sequence Sn is called a Cauchy sequence or a fundamental sequence if for each epsilon greater than 0, there exists a positive integer m such that mod Sn minus Sm less than epsilon for all n greater than or equal to m. ഒരു സീക്വൻസ് Cauchy sequence ആണെന്ന് പറയണമെങ്കിൽ എന്താണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ there must exist a natural number or a positive integer which is a natural number m such that mod Sn minus Sm is less than epsilon for all n greater than or equal to m. ഒരു m കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു m എന്ന് പറഞ്ഞ ഒരു ലിമിറ്റിന് ശേഷമുള്ള ഒരു m എന്ന് പറഞ്ഞ നാച്ചുറൽ നമ്പറിന് ശേഷമുള്ള എല്ലാ സീക്വൻസിലെ എലിമെൻറ്റ്സിനും തമ്മിലുള്ള ഡിഫറൻസ് 0ലോട്ട് ടെൻഡ് ചെയ്യണം. എന്ന് വെച്ചാൽ വളരെ കുറവാവണം അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. എന്നുവെച്ചാൽ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ആ സീക്വൻസിന് തമ്മിലുള്ള ഡിസ്റ്റൻസ് 0ലോട്ട് ടെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അവർ തമ്മിൽ നല്ല അടുത്തായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ദ സീക്വൻസ് 1 1/2 1/3 till 1/n ഇസ് എ Cauchy സീക്വൻസ്. കാരണം ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ 1ഉം 1/2 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1/3 1/2 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1/6 ആണ്. സോ ഇത് കുറഞ്ഞു. പിന്നെ എഗെയിൻ അത് കുറയാണ്. 1/3 1/4 തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/12 ആണ്. ഓക്കെ, അങ്ങനെ ഡിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനെയാണ് അങ്ങനെ ഡിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സീക്വൻസിനെയാണ്, ഡിസ്റ്റൻസ് കുറഞ്ഞ് 0ലോട്ട് അപ്രോച്ച് ചെയ്യുന്ന അങ്ങനെ സീക്വൻസസിനെയാണ് Cauchy സീക്വൻസ് എന്ന് പറയുന്നത്. ആൻഡ് n² ഇസ് നോട്ട് എ Cauchy സീക്വൻസ്. n² എന്താ? 1 4 9 16 അങ്ങനെ. അപ്പോൾ ആദ്യത്തെ രണ്ട് ടേം എന്താ? 1ഉം 4ഉം ഡിഫറൻസ് 3 ആണ്. അത് കഴിഞ്ഞ് 4ഉം 9ഉം ഡിസ്റ്റൻസ് 5 ആണ്. അത് കഴിഞ്ഞ് 9ഉം 16ഉം ഡിസ്റ്റൻസ് 7 ആണ്. ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, 0ലോട്ടല്ല അപ്രോച്ച് ചെയ്യുന്നത്. ഹെൻസ് സീക്വൻസ് n² ഇസ് നോട്ട് എ Cauchy സീക്വൻസ്. നോട്ട്. So if sequence Sn and Tn are two Cauchy sequences, then the sequence Sn plus or minus Tn, Sn into Tn and Sn by Tn are also Cauchy sequence. കൺവേർജൻസ് പറയുന്ന പോലെ തന്നെ രണ്ട് Cauchy സീക്വൻസിൻ്റെ സമ്മ്, ഡിഫറൻസ്, പ്രൊഡക്റ്റ്, കോഷ്യൻ്റ് ഒക്കെ Cauchy സീക്വൻസസ് ആണ്. Now a sequence cannot converge if even one epsilon greater than 0 can be found such that for every positive integer m, mod Sn plus b minus Sn is not less than epsilon for all n greater than or equal to m and p greater than or equal to 1. Now some important theorems. If sequence Sn is a Cauchy sequence, then sequence Sn is bounded. ഏതൊരു Cauchy സീക്വൻസും ബൗണ്ടഡ് സീക്വൻസസ് ആയിരിക്കും. എന്നുവെച്ചാൽ ഒരു സീക്വൻസ് Cauchy ആണ് എന്ന് പറഞ്ഞാൽ അതെന്ന് ഒബ്വിയസ് ആണ് the sequence Sn is bounded എന്നുള്ളത്. Not the converse of the theorem is not true. എല്ലാ ബൗണ്ടഡ് സീക്വൻസസും Cauchy സീക്വൻസസ് ആവണമെന്നില്ല. The Cauchy general principle of convergence. Cauchy general principle of convergence. A sequence Sn converges if and only if it's a Cauchy sequence. ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യണമെങ്കിൽ അതൊരു Cauchy സീക്വൻസ് ആവണം. അതേപോലെ തന്നെ ഒരു സീക്വൻസ് Cauchy സീക്വൻസ് ആവണമെങ്കിൽ ആ സീക്വൻസ് കൺവേർജ് ചെയ്യണം.
So sequence converges if and only if it's a Cauchy sequence. Now sandwich theorem. If sequence Sn, sequence Tn and sequence Wn are three sequences such that Sn is less than or equal to Tn is less than or equal to Wn for all n, and limit Sn is equal to limit Wn is equal to L, then limit Tn is equal to L. ഇപ്പോൾ നമുക്കൊരു നമുക്ക് മൂന്ന് സീക്വൻസസ് ഉണ്ട്, സീക്വൻസ് Sn, സീക്വൻസ് Tn, സീക്വൻസ് Wn. അതിൽ നമുക്ക് Sn-ൻ്റെയും Wn-ൻ്റെയും ലിമിറ്റ് അറിയാം. Sn Wn കൺവേർജൻറ്റ് സീക്വൻസസ് ആണ്, അതിൻ്റെ ലിമിറ്റ് നമുക്കറിയാം, രണ്ടിൻ്റെ ലിമിറ്റ് ഈക്വൽ ആണ്, L ആണ്. ഇനി നമ്മുടെ T എന്ന് പറഞ്ഞ സീക്വൻസസിൽ ഈ T എന്ന് പറയുന്നത് എപ്പോഴും Sn-ൻ്റെയും Wn-ൻ്റെയും ഇടയിലാണ്. എന്ന് വെച്ചാൽ T1 എന്ന് പറയുന്നത് എപ്പോഴും S1-ൻ്റെയും W1-ൻ്റെയും ഇടയിലാണ്. അതേപോലെ S2 എന്ന് പറയുന്നത് എപ്പോഴും T2 എന്ന് പറയുന്നത് എപ്പോഴും S2-ൻ്റെയും W2-ൻ്റെയും ഇടയിലാണ്. അങ്ങനെ ഫോർ ഓൾ n T എന്ന് പറയുന്നത് Sn-ൻ്റെയും Wn-ൻ്റെയും ഇടയിലാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ലിമിറ്റ് Sn-നും ലിമിറ്റ് W-നും L ആണെങ്കിൽ ലിമിറ്റ് Tn വിൽ ഓൾസോ ബി ഈക്വൽ ടു L. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് തിയറമാണ്, നമുക്ക് പലപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു തിയറാണ്. നെക്സ്റ്റ്, Cauchy's first theorem on limits. So if limit n tends to infinity Sn is equal to L, that limit n tends to infinity S1 plus S2 plus S3 plus till Sn by n is also equal to L. ഒരു S എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ലിമിറ്റ് L ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് n ടേംസിൻ്റെ അരിത്മെറ്റിക് മീൻ ആയിട്ടുള്ള സീക്വൻസിൻ്റെ ലിമിറ്റും L ആയിരിക്കും. അതേപോലെ തന്നെ Cauchy's സെക്കൻഡ് തിയറം ഓൺ ലിമിറ്റ്സ്, ഇതും ഒരു ഇൻട്രസ്റ്റിംഗ് തിയറമാണ്, യൂസ് ചെയ്യാൻ പലപ്പോഴും വന്നിട്ടുണ്ട്, പക്ഷെ യൂസ് ചെയ്യേണ്ടി വരുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ബട്ട് ഇത് അറിയുമെങ്കിൽ പലപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻസ് എളുപ്പമായി വരാം. ഇത് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻസ് വന്നാൽ ഇതല്ലാതെയും ചിലപ്പോൾ നമുക്ക് ചെയ്യാം, പക്ഷെ അത് ലെങ്തി ആയിരിക്കും. ഇത് ഓർമ്മയുണ്ടെങ്കിൽ വി കുഡ് ഡു ഇറ്റ് ഫാർ മോർ ഈസിയർ. So Cauchy's second theorem on limits. If sequence Sn is a sequence of positive terms and limit Sn is equal to L, then limit of S1, S2, S3 till Sn raised to 1 by n is equal to L. ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത് അരിത്മെറ്റിക് മീനിനെ വെച്ചിട്ടാണ്, ഇത് ജോമെട്രിക് മീനാണ്. ഇപ്പോൾ Sn-ൻ്റെ ലിമിറ്റ് L ആണെങ്കിൽ ഒരു n ടേംസിൻ്റെ ജോമെട്രിക് മീനിൻ്റെ സീക്വൻസസും കൺവേർജസ് ടു L. എന്ന് വെച്ചാൽ രണ്ട് അരിത്മെറ്റിക് മീനും ജോമെട്രിക് മീനും എടുത്താലും ഒരു സീക്വൻസിന് എടുത്തിട്ടുള്ള ആ സീക്വൻസസിൻ്റെ അരിത്മെറ്റിക് മീനിൻ്റെ സീക്വൻസും ജോമെട്രിക് മീനിൻ്റെ സീക്വൻസ് എടുത്താലും അത് രണ്ടും സീക്വൻസ് Sn-ൻ്റെ ലിമിറ്റിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്. Now if sequence Sn is a sequence such that limit n tends to infinity Sn plus 1 by Sn is equal to L and model is less than 1, then limit Sn is equal to 0. ഇത് ആക്ച്വലി നമ്മുടെ സീരീസ് എന്ന ടെസ്റ്റ് എന്നാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നമ്മുടെ സീരീസ് ടെസ്റ്റിൽ നമ്മുടെ റേഷ്യോ ടെസ്റ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് n tends to infinity Sn plus Sn ഒരു L ആണ്, ആൻഡ് ഈ L ലെസ് ദാൻ 1 ആണെങ്കിൽ സീരീസ് കൺവേർജ് ചെയ്യുമെന്നുള്ളതാണ്. ആൻഡ് സീരീസ് കൺവേർജ് ചെയ്യുന്നതിൻ്റെ നെസസറി കണ്ടീഷനാണ് nth ടേം 0 അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ലിമിറ്റ് n tends to infinity Sn plus 1 by Sn equal to L എന്ന് പറഞ്ഞാൽ സമ്മേഷൻ Sn കൺവേർജ് ചെയ്യുന്നു എന്നതാണ്. സമ്മേഷൻ Sn കൺവേർജ് ചെയ്യണമെങ്കിൽ ലിമിറ്റ് Sn 0 പോകണം. അത് വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത് ശരിക്കും. So a sequence Sn is a sequence such that limit n tends to infinity Sn plus 1 by Sn is equal to L, which is less than 1, then limit Sn is equal to 0. Now if sequence Sn is a sequence such that limit Sn plus 1 by Sn is L, which is greater than 1, then limit Sn is equal to infinity. ഇതേപോലെ തന്നെ ഇപ്പോൾ ലിമിറ്റ് Sn plus 1 by Sn equal to L greater than 1 ആണെങ്കിൽ സമ്മേഷൻ Sn ഡൈവേർജ് ചെയ്യും. സമ്മേഷൻ Sn ഡൈവേർജ് ചെയ്താൽ ലിമിറ്റ് Sn ഇൻഫിനിറ്റിയിലോട്ട് പോകും. Theorem 8. If sequence Sn is a sequence such that Sn is greater than 0 and limit Sn plus 1 by Sn is equal to L, then limit n tends to infinity nth root of Sn is also equal to L. സീക്വൻസിൻ്റെ റേഷ്യോസിൻ്റെ ലിമിറ്റ് L-ലോട്ടാണ് പോകുന്നതെങ്കിൽ ഈ സീക്വൻസിൻ്റെ ഓരോ ടേമിൻ്റെ nth റൂട്ട് L-ലോട്ടായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്. If limit Sn is equal to L and limit Tn is equal to L dash, then limit S1 Tn plus S2 Tn minus 1 plus till Sn T1 by n is equal to L into L dash. അപ്പോൾ നമുക്ക് Sn-ഉം Tn-ഉം പറഞ്ഞ സീക്വൻസ് ഉണ്ട്. Sn L-ലോട്ടും Tn L ഡാഷിലോട്ടും കൺവേർജ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ S1 Tn plus S2 Tn minus 1 plus S3 Tn minus 2 plus അങ്ങനെ till Sn T1 divided by n എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് L into L ഡാഷിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്. Now monotonic sequences.
A sequence Sn is said to be monotonically increasing if Sn plus 1 is greater than or equal to Sn for all n belongs to n. Monotonic sequence ആദ്യത്തെ section ആണ് monotonically increasing sequences. Monotonically increasing sequences na increasing sequences. എന്നുവെച്ചാൽ S1 S2 S1നേക്കാട്ടും വലുതായിരിക്കും, S3 S2നേക്കാട്ടും വലുതായിരിക്കും. അങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ പോകുന്ന സീക്വൻസസിനെയാണ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് എന്ന് പറയുന്നത്. Similarly, monotonically decreasing sequences are the sequences where Sn plus 1 is less than or equal to Sn for all n belongs to n. എന്നുവെച്ചാൽ Sn plus 1 Snനെക്കാട്ടും കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന സീക്വൻസിനെയാണ് മോണോട്ടോണിക്കലി ഡിക്രീസിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ S2 S1ലേറെ ചെറുതായിരിക്കും, S3 S2ലേറെ ചെറുതായിരിക്കും, S4 S3ലേറെ ചെറുതായിരിക്കും, അങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. Thus, the sequence Sn is called monotonic if it's either monotonic increasing or monotonic decreasing. ഒരു സീക്വൻസ് മോണോട്ടോണിക് സീക്വൻസ് ആണെന്ന് പറയണമെങ്കിൽ ഒന്നെങ്കിൽ അതൊരു ഇൻക്രീസിങ് സീക്വൻസ് ആണ്, അല്ലെങ്കിൽ അതൊരു ഡിക്രീസിങ് സീക്വൻസ് ആണ്. ഏതെങ്കിലും ഒന്നായാൽ മതി, അത് മോണോട്ടോണിക് സീക്വൻസ് ആണെന്ന് നമ്മൾ പറയും. ഇത് വെച്ച് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. ബൗണ്ടഡ് എന്ന് പറയുമ്പോൾ അത് രണ്ടാണ്. ബൗണ്ടഡ് എന്ന് പറയുമ്പോൾ ബൗണ്ടഡ് ബിലോയും ബൗണ്ടഡ് അബവും ആണ്. പക്ഷേ മോണോട്ടോണിക് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇൻക്രീസിങ് ആവണം അല്ലെങ്കിൽ ഡിക്രീസിങ് ആവണം. Further, the sequence Sn is strictly increasing if Sn plus 1 is greater than Sn for all n belongs to n. ഈ ഇക്വാലിറ്റി കണ്ടീഷൻ ഒഴിവാക്കിയിട്ട് Sn plus 1 എപ്പോഴും Snനെക്കാട്ടും വലുതാണെങ്കിൽ അത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് പറയും. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ 1 1 2 2 3 3 ഇതൊരു സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് സീക്വൻസ് അല്ല. കാരണം ഇവിടെ S2 എന്ന് പറയുന്നത് എഴുതി കാണിക്കാം. 1 1 2 2 3 3 ഇതൊരു മോണോട്ടോണിക് സീക്വൻസ് ആണ്, മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് സീക്വൻസ് ആണ്. പക്ഷേ ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് സീക്വൻസ് അല്ല. കാരണം ഇവിടെ S2 എന്ന് പറയുന്നത് 1 ആണ്, S1 എന്ന് പറയുന്നത് 1 ആണ്, വിച്ച് ആർ ഈക്വൽ. ഡയറക്ട്ലി ഗ്രേറ്റർ ദാനോ ലെസ് ദാനോ അല്ല. സോ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഇതൊരു സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് സീക്വൻസ് അല്ല. അങ്ങനെ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് വെച്ചാൽ S2 S1നേക്കാട്ടും വലുതാവണം, വലുതോ ഈക്വലോ എന്നല്ല, വലുത് തന്നെ ആവണം. അതേപോലെ S3 S2നേക്കാട്ടും വലുത് തന്നെ ആവണം. അങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുന്ന സീക്വൻസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗും കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന സീക്വൻസിന് സ്ട്രിക്ട്ലി ഡിക്രീസിംഗും പറയും. ഫോർ എക്സാമ്പിൾ, the sequence 1/n where n belongs to n and sequence Sn n belongs to n are strictly decreasing and increasing sequences. 1/n എന്ന് പറയുന്നത് 1, 1/2, 1/3 അതങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുക, സ്ട്രിക്ട്ലി കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. n എന്ന് പറയുന്നത് 1 2 3 അത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗുമാണ്. Now remark, monotonic sequences either converges or diverges but cannot oscillate. ഒരു സീക്വൻസ് മോണോട്ടോണിക് ആണെങ്കിൽ ഒന്നുകിൽ അതിന് കൺവേർജ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് ഡൈവേർജ് ചെയ്യാം. പക്ഷെ ഒരിക്കലും അതിന് ഓസിലേറ്റ് ചെയ്യാൻ പറ്റില്ല. Monotonic sequences are either convergent or divergent. It can never be oscillating. Next theorem, every bounded monotonic sequence converges. ഒരു മോണോട്ടോണിക് സീക്വൻസ് ഉണ്ട്. മോണോട്ടോണിക് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കൂടിക്കൊണ്ടേ ഇരിക്കുന്നു അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അത് ബൗണ്ടഡും കൂടിയാണെങ്കിൽ, എന്ന് വെച്ചാൽ അതിന് ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ കൺവേർജൻറ്റ് സീക്വൻസ്. കാരണം ഓസിലേറ്റ് ചെയ്യാൻ എന്തായാലും ചാൻസ് ഇല്ല. അപ്പോൾ പിന്നെ എന്താ ആകെ ചാൻസ് എന്ന് പറയുന്നത് കൺവേർജൻ്റ് ആണ്. Next, every bounded monotonically increasing sequence converges and every bounded monotonically decreasing sequence converges. ഒരു മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് സീക്വൻസിന് ലോവർ ബൗണ്ട് എന്തായാലും ഉണ്ടാവും. കാരണം എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് S1 ആയിരിക്കും ലോവർ ബൗണ്ട്. പിന്നെ S1 is less than S2 is less than S3 less than അങ്ങനെ. അപ്പോൾ ലോവർ ബൗണ്ട് എന്തായാലും S1 തന്നെ എടുക്കാം. ഇനി ഇതിനൊരു അപ്പർ ബൗണ്ടും കൂടി ഉണ്ടെങ്കിൽ അത് കൺവേർജൻ്റ് ആയി. സോ ബൗണ്ടഡ് അബവ് ആണെങ്കിൽ അത് കൺവേർജൻ്റ് ആയി. അതേപോലെ തന്നെ ഡിക്രീസിങ് സീക്വൻസസിനും ഇതേപോലെ തന്നെ പറയാം. അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് S1 കൊടുക്കാം. ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് നമുക്കൊരു ബൗണ്ട് കിട്ടിയാൽ ഇത് കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ആ ബൗണ്ടിലോട്ടായിരിക്കും ഇത് കൺവേർജ് ചെയ്യുന്നത്. A non-decreasing sequence which is not bounded above diverges to infinity. ഒരു ഡിക്രീസിങ് അല്ലാത്ത സീക്വൻസ് which is not bounded above diverges to infinity. ഈ സീരീസ് ആണ്. ഇതുവരെ നമ്മൾ സീക്വൻസസിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി സീരീസ് ആണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്. A series in which there is an infinite number of terms is called an infinite series. And if u1, u2, u3 is a sequence, then the sum u1 plus u2 plus u3 plus till un plus angana poikonde irikkunna of all terms is an infinite series. It is denoted by summation n equal to 1 to infinity un or simply summation un. So ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. ആ സീക്വൻസസിന് ഇത് സീരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലസ് വെച്ചും നമുക്കിതിന് ഡിനോട്ട് ചെയ്യാം. ഈ പ്ലസ് വെച്ച് ഡിനോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊരു സം ആയിട്ടല്ല നമ്മൾ എഴുതേണ്ടത്. ഇപ്പോൾ ഒരു വയസ്സേ 0 0 0 0 എന്ന് പറഞ്ഞ സീക്വൻസ്, ഇതിൻ്റെ
സം എന്ന് പറയുന്നത് സമ്മേഷൻ 0 അല്ലെങ്കിൽ 0 + 0 + 0. ഇതാണ് ഇതിൻ്റെ റെസ്പെക്റ്റീവ് സീരീസ് വരുന്നത്. ഇതിനെ ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ട് 0 ആണ് സീരീസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സീരീസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ സീരീസ് കൺവേർജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സീരീസിന് സം ആണ് 0. ഓക്കെ, സോ നമ്മൾ സീരീസ് യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് സമ്മേഷൻ UN എന്നാണ്. വേർ UN വിൽ ബി ഒരു സീക്വൻസ്. ആ സീക്വൻസിന് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന അതിനെയാണ് നമ്മൾ സീരീസ് എന്ന് വിളിക്കുന്നത്. A convergent series. So an infinite series summation UN converges if partial sum of its first n terms tends to a finite sum as n tends to infinity. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നു സീരീസിനെ ഡിനോട്ട് ചെയ്തിരുന്ന സമ്മേഷൻ n = 1 to infinity UN. ഇനി സമ്മേഷൻ k = 1 to n UK എന്ന് പറഞ്ഞ സീക്വൻസസ്, ഇതൊരു സീക്വൻസ് ആണല്ലോ. ഇപ്പോൾ k = 1 to ഇതെന്ന് പറഞ്ഞാൽ U1, k = 1 to 2 എന്ന് പറഞ്ഞാൽ U1 + U2, അടുത്തത് U1 + U2 + U3. ഈ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സീരീസ് കൺവേർജൻ്റ് ആണ് എന്ന് പറയാം. കാരണം ഇതെന്താ U1 + U2 U1 + U2 + U3 അങ്ങനെ U1 + U2 + U3 + till UN + UN + 1 + UN + 2 അങ്ങനെ ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നത് കൺവേർജ് ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ സീരീസ് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയാം. ഇതാണ് നമ്മുടെ ഫോർമൽ ഡെഫിനിഷൻ വരുന്നത്. where Sn is a partial sum and let sequence Sn be a sequence, then S1, S2, S3 till Sn denote the partial sums of the sequence where S1 is equal to U1, S2 is equal to U1 + U2, S3 is equal to U1 + U2 + U3 till Sn is equal to U1 + U2 + U3 + still UN and so on. So if summation UN is if summation UN is convergent, then summation UN is equal to limit n tends to infinity Sn is equal to S. And S is called the sum of the series. ഈ S എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ സീരീസിനെ സം എന്ന് നമ്മൾ വിളിക്കാൻ പോകുന്നത്. നെക്സ്റ്റ്, ഡൈവേർജന്റ് സീരീസ്. So an infinite series is said to be divergent if partial sum of its first n terms tends to either infinity or minus infinity as n tends to infinity. നമ്മൾ ഡൈവേർജന്റ് സീക്വൻസ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പാർഷ്യൽ സംസിൻ്റെ സീക്വൻസ് ഇൻഫിനിറ്റിയിലോട്ടോ മൈനസ് ഇൻഫിനിറ്റിയിലോട്ടോ ആണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ, അതാണ് ലിമിറ്റ് വരുന്നത്. n tends to infinity അതാണ് ലിമിറ്റ് വരുന്നതെങ്കിൽ, ലിമിറ്റ് n tends to infinity Sn ± ഇൻഫിനിറ്റി ആണെങ്കിൽ ആ സീരീസ് നമ്മൾ ഡൈവേർജ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡൈവേർജന്റ് സീരീസ് എന്ന് വിളിക്കുന്നു. ഓസിലേറ്ററി സീരീസ്. An infinite series is called oscillatory if the partial sum of its first n terms neither tends to a definite limit nor tends to infinity or minus infinity as n tends to infinity. സീക്വൻസിൽ പറഞ്ഞ പോലെ തന്നെ കൺവേർജൻറ്റും അല്ല ഡൈവേർജൻറ്റും അല്ലാത്ത സീരീസിനെയാണ് ഓസിലേറ്ററി സീരീസ് എന്ന് വിളിക്കുന്നത്. Some important theorems on convergence of series. So theorem 1, necessary condition on convergence. Converge ചെയ്യണമെങ്കിലുള്ള necessary condition. A necessary condition for convergence of an infinite series summation UN is that limit n tends to infinity UN is equal to 0. ഈ സീക്വൻസസിൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് ഇതൊന്ന് പറഞ്ഞിരുന്നു. ഒരു സീരീസ് കൺവേർജ് ചെയ്യണമെങ്കിൽ നിർബന്ധമായും ആ സീക്വൻസിൻ്റെ ലിമിറ്റ് 0 കൺവേർജ് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു സീക്വൻസ് ഇപ്പം നമ്മളൊരു സമേഷൻ UN കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലിമിറ്റ് UN 0 ആണ് എന്നാണ്. കാരണം ലിമിറ്റ് UN 0 അല്ലെങ്കിൽ ഒരിക്കലും സമേഷൻ UN കൺവേർജ് ചെയ്യൂല. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു സീരീസ് ഡൈവേർജ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ ആദ്യം നമുക്ക് ലിമിറ്റ് ഓഫ് UN കണ്ടുപിടിക്കാം. ലിമിറ്റ് UN 0 അല്ലാത്ത ഏതൊരു നമ്പർ ആണെങ്കിലും, ലിമിറ്റ് UN എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ലിമിറ്റ് UN ഇൻഫിനിറ്റി ആണ് അല്ലെങ്കിൽ ലിമിറ്റ് UN എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ 0 അല്ലാത്ത വേറെ ഏതോ നമ്പർ ആണെങ്കിൽ ഈ കേസസിലൊന്നും സമേഷൻ UN കൺവേർജ് ചെയ്യൂല, എന്തായാലും ഡൈവേർജ് ചെയ്യും. എന്തായാലും കൺവേർജ് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം കൺവേർജ് ചെയ്തിരുന്നുവെങ്കിൽ അതിൻ്റെ nth ടേം 0 ടെൻഡ് ചെയ്യുമായിരുന്നു. Now theorem 2, that is Cauchy's general principle of convergence of series. So series summation UN is convergent if and only if for each epsilon greater than 0 there exists a positive integer n such that UN + 1 + UN + 2 + till UN + p mod of UN + p less than epsilon for all n greater than or equal to 1 and p greater than or equal to 1. ഇതിൻ്റെ അർത്ഥം tail of a series converges to 0. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സീരീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൺവേർജൻ ആണെങ്കിൽ അതിൻ്റെ ടെയിൽ എന്ന് പറയുന്നത് 0 ആ സീരീസിൻ്റെ പോവുക.
എന്ന് വെച്ചാൽ ശരിക്കും ആ സീരീസിന് മെയിൻ ഇൻഫ്ലുവൻസ് വരുന്ന ആ തുടക്കത്തിലെ കുറച്ച് ടേംസാണ് ശരിക്കും സമ്മിലോട്ട് അത് ആഡ് ചെയ്യുന്നത്. ടെയിൽ ഓഫ് ദി സീരീസ് എപ്പോഴും സീറോയിലോട്ടാണ് കൺവേർജൻറ്റ് സീരീസിന് പോവുക. അതേപോലെ തന്നെ ടെയിൽ ഓഫ് ദി സീരീസ് സീറോയിലോട്ടാണ് പോകുന്നതെങ്കിൽ ആ സീരീസ് കൺവേർജൻറ്റും ആയിരിക്കും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. നെക്സ്റ്റ്, ദി നേച്ചർ ഓഫ് എൻ ഇൻഫൈനൈറ്റ് സീരീസ് റിമെയിൻസ് അൺആൾട്ടേർഡ് ബൈ addition or removal of finite number of terms. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സീരീസ് ഉണ്ട് വിച്ച് ഇസ് ഓക്കെ സമ്മേഷൻ എൻ. സമ്മേഷൻ എന്താണ് 1 + 2 + 3 + ഇതൊരു കൺവേർജൻ സീരീസ് ആണോ? അല്ല. കാരണം ലിമിറ്റ് എൻ തന്നെ 0 അല്ല. ലിമിറ്റ് എൻ ആദ്യം 0 ആയാലല്ലേ കൺവേർജൻ്റ് ആവുള്ളൂ. കൺവേർജ് ആവണമെങ്കിൽ ആദ്യം എന്തായാലും ലിമിറ്റ് എൻ 0 ആണ്. ലിമിറ്റ് എൻ എന്തായാലും 0 അല്ല. അതുകൊണ്ട് ഈ സീരീസ് ഒരിക്കലും ഡൈവേർജൻ്റ് അല്ല. ഇതിൽ നിന്ന് നിങ്ങളൊരു 3 നമ്പേഴ്സ് ഡിലീറ്റ് ചെയ്തു എന്ന് വെച്ചാൽ ഇപ്പോൾ സമ്മേഷൻ എൻ മൈനസ് ഒരു വലിയ നമ്പേഴ്സ് ആയിക്കോട്ടെ 1000, പിന്നെ ഒരു 1000, 10,000 മൈനസ് അങ്ങനെ ഡിലീറ്റ് ചെയ്തു. എന്നാലും ആ സീക്വൻസ് ഡൈവേർജൻ സീക്വൻസ് ആയിരിക്കും. ഇതേപോലെ തന്നെ നിങ്ങളൊരു കുറച്ച് എക്സ്ട്രാ ടേംസ് ആഡ് ചെയ്തു, ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എക്സ്ട്രാ ടേംസ് ആഡ് ചെയ്തു, അപ്പോഴും അതൊരു ഡൈവേർജൻ സീക്വൻസ് ആയിരിക്കും. ഒരു ഡൈവേർജൻ സീക്വൻസിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആഡ് ചെയ്താലോ റിമൂവ് ചെയ്താലോ അതിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ നേച്ചർ മാറാൻ പോകുന്നില്ല. സെയിം വിത്ത് കൺവേർജൻറ്റ് സീക്വൻസസ്. കൺവേർജൻറ്റ് സീക്വൻസ് ഇപ്പോൾ ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിലൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആഡ് ചെയ്താലോ റിമൂവ് ചെയ്താലോ അതിൻ്റെ കൺവേർജൻസ് എന്ന് പറഞ്ഞ നേച്ചർ ഒരിക്കലും മാറാൻ പോകുന്നില്ല. ദ സെയിം വിത്ത് മൾട്ടിപ്ലിക്കേഷൻ. The nature of an infinite series remains unaltered by multiplication of each terms by a fixed non-zero number. ഇപ്പോൾ ഈ ഓരോ സീക്വൻസിൽ ഓരോ ടേമിനും ഒരു സ്പെസിഫിക് നമ്പർ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താലും അതിൻ്റെ നേച്ചർ മാറാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ സമ്മേഷൻ എൻ ഡൈവേർജൻ്റ് ആണെങ്കിൽ സമ്മേഷൻ 2n ഡൈവേർജൻ്റ് ആയിരിക്കും. അതേപോലെ സമ്മേഷൻ n/2 ഡൈവേർജൻ്റ് ആയിരിക്കും. ഇനി ഫോർ എക്സാമ്പിൾ സമ്മേഷൻ 1 അല്ലെങ്കിൽ വേണ്ട സമ്മേഷൻ 1/n² കൺവേർജൻ്റ് ആണ്. അത് നിങ്ങൾക്ക് പറയില്ല, എന്നാലും ഞാൻ പറയുന്നു. സമ്മേഷൻ 1/n² കൺവേർജൻ്റ് ആണ്. ഓക്കെ, സമ്മേഷൻ 1/n² കൺവേർജൻ്റ് ആണെങ്കിൽ സമ്മേഷൻ 2/n² കൺവേർജൻ്റ് ആയിരിക്കും. സമ്മേഷൻ -1/n² കൺവേർജൻ്റ് ആയിരിക്കും. സമ്മേഷൻ 1/2n² കൺവേർജൻ്റ് ആയിരിക്കും. ഇനി സമ്മേഷൻ 1/n²√2 കൺവേർജൻ്റ് ആയിരിക്കും. ഓർ സമ്മേഷൻ 1/n²e ഇതൊക്കെ കൺവേർജൻ്റ് ആയിരിക്കും. കൺവേർജൻ സീക്വൻസസിലെ ഓരോ ടേംസും ഒരു സ്പെസിഫിക് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും അത് കൺവേർജൻ സീക്വൻസ് തന്നെ ആയിരിക്കും കിട്ടുക. ചിലപ്പോൾ സെയിം സം ആയിരിക്കില്ല. സമ്മേഷൻ 1/n² സം ആയിരിക്കില്ല സമ്മേഷൻ 2/n². പക്ഷെ സമ്മേഷൻ 1/n² കൺവേർജൻ്റ് ആണെങ്കിൽ സമ്മേഷൻ 2/n² കൺവേർജൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ സമ്മേഷൻ n ഡൈവേർജൻ്റ് ആണെങ്കിൽ സമ്മേഷൻ 2n ഡൈവേർജൻ്റ് ആയിരിക്കും. നേച്ചർ ഒരിക്കലും ആഡ് ചെയ്താലോ റിമൂവ് ചെയ്താലോ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താലോ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആഡ് ചെയ്താലോ റിമൂവ് ചെയ്താലോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാലോ ഫൈനൈറ്റ് നമ്പർ വെച്ച് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാലോ non-zero ഫൈനൈറ്റ് നമ്പർ വെച്ച് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാലോ നേച്ചർ ഒരിക്കലും മാറാൻ പോകുന്നില്ല. Now, if each terms of an infinite series summation un of positive terms doesn't exceed the corresponding term of a convergent series summation vn of terms, then summation un is convergent. So, theorem 4 ആണ് നമ്മുടെ കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു കൺവേർജൻ സീരീസ് ഉണ്ട്. സമ്മേഷൻ വി എന്ന് പറയുന്ന ഒരു കൺവേർജൻ സീരീസ് ആണ്. ഇനി നമ്മുടെ സമ്മേഷൻ യു എന്ന് പറയുന്നത് എങ്ങനെയാണ്? u1 v1-നെയും കാട്ടും ചെറുതാണ്, u2 v2-നെയും കാട്ടും ചെറുതാണ്, u3 v3-നെയും കാട്ടും ചെറുതാണ്. അങ്ങനെ un < > vn ആണ്. അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ un will also be < സമ്മേഷൻ vn. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കിട്ടും? un < vn ആണെങ്കിൽ സമ്മേഷൻ un will always be < സമ്മേഷൻ vn ആൻഡ് സമ്മേഷൻ vn ഡൈവേർജ് ചെയ്യുന്നുവെങ്കിൽ സമ്മേഷൻ vn കൺവേർജ് ചെയ്യുന്നുവെങ്കിൽ സമ്മേഷൻ un കൺവേർജ് ചെയ്യും. പക്ഷെ സെയിം ലിമിറ്റിലോട്ടാവണമെന്നില്ല. പക്ഷെ സമ്മേഷൻ vn കൺവേർജ് ചെയ്യുമെങ്കിൽ സമ്മേഷൻ un കൺവേർജ് ചെയ്യും. സെയിം ലിമിറ്റിലോട്ടാവണമെന്നില്ല, പക്ഷെ കൺവേർജൻ്റ് ആയിരിക്കും. യൂഷ്വലി നമുക്ക് സീരീസിലധികം സമ്മിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. പക്ഷെ ജനറലി ദ ക്രക്സ് ഓഫ് ദ ടോപ്പിക് ഇസ് കൺവേർജ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. പക്ഷെ സീക്വൻസസിൽ നമുക്ക് സീക്വൻസിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനായിരിക്കും അധികം ക്വസ്റ്റ്യൻസ് വരിക. അല്ലാതെ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നുണ്ടോ ഡൈവേർജ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതായിരിക്കില്ല അധികം വരിക. സോ ദിസ് ഈസ് കമ്പാരിസൺ ടെസ്റ്റ്. ഒരു കൺവേർജൻ സീക്വൻസ് നിങ്ങളുടെ കയ്യിൽ, ഒരു കൺവേർജൻ സീരീസ് നിങ്ങളുടെ കയ്യിലുണ്ട് ആൻഡ് un is always < vn, then if summation vn converges then summation un is also converges.
ഇനി നെക്സ്റ്റ് ഫ്രഞ്ച് ഗെയിം തിയറം. ഇത് എപ്പോഴും ഉപയോഗം വരുന്ന തിയറം അല്ല, പക്ഷെ നമുക്ക് ചില ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ ഉപയോഗം വന്നേക്കാം. കുറച്ചും കൂടി എളുപ്പമാക്കാൻ ഉപയോഗിക്കാവുന്ന തിയറമാണ്. So if a series summation un of positive monotonic decreasing terms converges, then not only un tends to 0 but also n into un tends to 0 as n tends to infinity. So ഒരു പോസിറ്റീവ് മോണോട്ടോണിക് ഡിക്രീസിങ് സീക്വൻസ് ആണ് സമ്മേഷൻ യു എൻ എങ്കിൽ ഡെഫിനറ്റ്ലി കൺവേർജ് ചെയ്യുമെങ്കിൽ എന്താ നമ്മുടെ യു എൻ ടെൻസ് ടു 0. അതേപോലെ തന്നെ യു എൻ മാത്രമല്ല എൻ ഇൻറ്റു യു എന്നും 0 കൺവേർജ് ചെയ്യും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ജോമെട്രിക് സീരീസ്. ജോമെട്രിക് സീരീസ് എപ്പോഴാണ് കൺവേർജൻ്റ് ആവുക ഡൈവേർജൻ്റ് ആവുക എന്നുള്ളതാണ്. സോ ദി ജോമെട്രിക് സീരീസ് ഓഫ് പോസിറ്റീവ് ടേംസ് 1 + x + x² + still converges for x less than 1 and diverges for x greater than or equal to 1. ജോമെട്രിക് സീരീസ് നമുക്കറിയാം 1 + x + x² അങ്ങനെ എക്സ് ഇതിൻ്റെ റേഷ്യോസ് ഓരോ ടേംസിൻ്റെ റേഷ്യോസ് ഒരു സ്പെസിഫിക് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതാണ് നമ്മൾ ജോമെട്രിക് സീരീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 1 + x + x² എന്ന് പറയുന്നത് ജോമെട്രിക് സീരീസ് ആണ് വിത്ത് കോൺസ്റ്റൻറ്റ് റേഷ്യോ എക്സ്. ഈ ഒരു സീരീസ് കൺവേർജ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ എക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് കോൺസ്റ്റൻറ്റ് റേഷ്യോ ലെസ് ദാൻ 1 ആവണം. അങ്ങനെയാണെങ്കിൽ കൺവേർജ് ചെയ്യും. ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഡൈവേർജ് ചെയ്യും. Now next is the auxiliary sequences summation 1 by n raised to b. So the infinite series summation 1 by n raised to b converges if p greater than 1 and diverges if p less than or equal to 1. 1 by n raised to p എന്ന് പറഞ്ഞ സീക്വൻസ് എന്ന് വെച്ചാൽ summation 1 by n എന്താണ് summation 1 by n എന്ന് പറയുമ്പോൾ ഇവിടെ p എന്താണ് 1. So this diverges. കാരണം എപ്പോഴാണ് കൺവേർജ് ആവുക ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ summation 1 by n square of 2 is greater than 1. So this converges. What about summation n? Summation n നെ നമുക്ക് എങ്ങനെ എഴുതാം? summation 1 by n raised to -1 എഴുതാം. So -1 is less than or equal to 1. So again this diverges. So summation 1 by n raised to b converges if p greater than less than 1 and converges if p greater than 1. That is summation 1 by n raised to p converges if p greater than 1 and diverges if p less than or equal to 1. Next limit comparison test ആണ്. കമ്പാരിസൺ ടെസ്റ്റ് നമ്മൾ മുന്നേ പറഞ്ഞു. ഇത് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. സോ ലെറ്റ് സമ്മേഷൻ യു എൻ ആൻഡ് സമ്മേഷൻ വി എൻ ബി ടു ഇൻഫൈനൈറ്റ് സീരീസ് ഓഫ് പോസിറ്റീവ് ടേംസ്. ഇഫ് സമ്മേഷൻ യു എൻ ആൻഡ് സമ്മേഷൻ വി എൻ ആർ സച്ച് ദാറ്റ് ലിമിറ്റ് യു എൻ ബൈ വി എൻ ഇസ് ഈക്വൽ ടു എൽ വെർ എൽ ഇസ് ഫൈനൈറ്റ് ആൻഡ് നോൺ സീറോ then summation un and summation vn are either convergent or divergent. That is they behave alike. അപ്പോൾ നമുക്ക് രണ്ട് സീക്വൻസസ് ഉണ്ട് സമ്മേഷൻ യു എൻ ആൻഡ് സമ്മേഷൻ വി എൻ. അവർ തമ്മിലുള്ള ഓരോ ടേമും തമ്മിലുള്ള എന്താ പറയുക റേഷ്യോ ടെൻസ് ടു ഒരു നോൺ സീറോ ഫൈനൈറ്റ് നമ്പർ എങ്കിൽ ഇവർ രണ്ടുപേരും ഒരേപോലെയാണ് ബിഹേവ് ചെയ്യുക എന്ന് വെച്ചപ്പോൾ നിങ്ങൾക്ക് യു എന്നിൻ്റെ കൺവേർജൻസ് ആണ് അറിയേണ്ടത്. സമ്മേഷൻ യു എന്നിൻ്റെ കൺവേർജൻസ് ആണ് അറിയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി സമ്മേഷൻ വി എൻ്റെ കൺവേർജൻസ് അറിയാം. ഫോർ എക്സാമ്പിൾ ലെറ്റ് സമ്മേഷൻ വി എൻ ബി കൺവേർജൻ ആൻഡ് ലിമിറ്റ് യു എൻ ബൈ വി എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് നോൺ സീറോ നമ്പർ ആണെങ്കിൽ നമുക്ക് പറയാം സമ്മേഷൻ യു എൻ സമ്മേഷൻ വി എൻ്റെ അതേ നേച്ചറാണെന്ന്. സോ സമ്മേഷൻ വി എൻ കൺവേർജ് ആയതുകൊണ്ട് സമ്മേഷൻ യു എനും കൺവേർജൻ്റ് ആണ് എന്ന് പറയാം. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എടുത്തിരുന്ന സമ്മേഷൻ വി എൻ ഡൈവേർജൻ്റ് ആയിരുന്നെങ്കിൽ ആൻഡ് എൽ എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് നോൺ സീറോ നമ്പർ ആയിരുന്നെങ്കിൽ വി ക്യാൻ സേ സമ്മേഷൻ യു എൻ ഇസ് ഡൈവേർജൻറ്റ് ബിക്കോസ് സമ്മേഷൻ വി എൻ ഇസ് ഡൈവേർജൻറ്റ്. ഇനി ഇതിൽ കുറച്ചും കൂടി ഫെർദർ ആയിട്ട് പറയണമെങ്കിൽ ഇപ്പോൾ എല് 0 ആണെങ്കിൽ നമുക്ക് പറയാം ഒറ്റ കേസേ പറയാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താ പറയുക സമ്മേഷൻ വി എൻ കൺവേർജൻ്റ് ആണെങ്കിൽ സമ്മേഷൻ യു എൻ കൺവേർജൻ്റ് ആവും. സമ്മേഷൻ വി എൻ ഡൈവേർജൻ്റ് ആണെങ്കിൽ സമ്മേഷൻ യു എൻ കൺവേർജൻ്റ് ആവും. പക്ഷേ എല് 0 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം സമ്മേഷൻ വി എൻ കൺവേർജൻ്റ് ആണെങ്കിൽ സമ്മേഷൻ യു എൻ കൺവേർജൻ്റ് ആണെന്ന് പറയാം. ദാറ്റ് ഈസ് സമ്മേഷൻ വി എൻ converges L equal to 0 and summation v n converge implies summation u n converges എന്ന് പറയാം. ഓക്കെ, പക്ഷേ സമ്മേഷൻ വി എൻ ഡൈവേർജൻ്റ് ആണെങ്കിൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല. അതേപോലെ തന്നെ എൽ ഇൻഫിനിറ്റി ആണെങ്കിൽ ആൻഡ് സമ്മേഷൻ വി എൻ ഡൈവേർജ് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് പറയാം സമ്മേഷൻ യു എന്നും ഡൈവേർജ് ചെയ്യുന്നുവെന്ന്. പക്ഷേ സമ്മേഷൻ വി എൻ കൺവേർജൻ്റ് ആണ് ആൻഡ് എൽ ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് സമ്മേഷൻ യു എന്നെ പറ്റിയൊന്നും പറയാൻ കഴിയില്ല. ഇറ്റ്സ് ഇൻകൺക്ലൂസീവ് ടു എന്തെങ്കിലും കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. Now Cauchy's root test കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ്സ് ആണ്. Cauchy's root test ആണ് നെക്സ്റ്റ്. If summation un is an infinite series of positive terms and if limit n tends to infinity un raised to 1 by n is equal to l, then the series is convergent if l less than 1, is divergent if l less than 1 and the test fails if l is equal to 1.
ഇപ്പോൾ ഒരു സീരീസ് തന്നിട്ടുണ്ട്, അതിൻ്റെ സീക്വൻസിൻ്റെ 1/nth പവർ എന്ന് പറഞ്ഞാൽ nth റൂട്ട് അല്ലെങ്കിൽ 1/nth പവർ എല്ലിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ ആൻഡ് എൽ ലെസ് ദാൻ 1 ആണെങ്കിൽ സമേഷൻ UN കൺവേർജസ്, എൽ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സമേഷൻ UN ഡൈവേർജസ്. എൽ ഈക്വൽ ടു 1 ആണെങ്കിൽ കൺവേർജ് ആണോ ഡൈവേർജ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. നെക്സ്റ്റ് D'Alembert's റേഷ്യോ ടെസ്റ്റ്. ഇതും നമ്മൾ അധികം യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആയിരിക്കും. If summation UN is an infinite series of positive terms such that limit n tends to infinity UN by UN plus 1 is equal to L, then the series is convergent if L is greater than 1, divergent if L is less than 1, and test fails if L is equal to 1. So, ഇവിടെ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. റൂട്ട് ടെസ്റ്റിൽ L less than 1 ആകുമ്പോഴാണ് കൺവേർജ് ആകുന്നത്, ഇവിടെ L greater than 1 ആകുമ്പോഴാണ് കൺവേർജ് ചെയ്യുന്നത്. ഇത് രണ്ടും ഒരേപോലെ ആക്കണമെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ലിമിറ്റ് n tends to infinity UN plus 1 by UN equal to L, then first one L less than 1 ആണെങ്കിൽ converges, second L greater than 1 ആണെങ്കിൽ diverges, L equal to 1 ആണെങ്കിൽ ഒന്നും പറയാൻ കഴിയില്ല. ഇവിടെ നമ്മൾ UN by UN plus 1 എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ മാറിയത്. UN plus 1 by UN ആണ് നിങ്ങൾ റേഷ്യോ എടുക്കുന്നതെങ്കിൽ നമ്മൾ റൂട്ട് ടെസ്റ്റ് പോലെ തന്നെ പഠിച്ചാൽ മതി. L less than 1 ആണെങ്കിൽ converges, L greater than 1 ആണെങ്കിൽ diverges. ഇങ്ങനെയായിരിക്കും നിങ്ങൾ യൂഷ്വലി പഠിച്ചിട്ടുണ്ടാവുക. Now a remark, if UN involves decreasing powers of x, then it's advisable to use ratios test directly. It's also advisable to use ratio test when UN contains factorials. x ന്റെ പവേഴ്സും ഫാക്ടോറിയൽസും ലൈക്ക് x raised to n അല്ലെങ്കിൽ x factorial ഈ ഒരു ഫോമിലാണ് നമ്മുടെ ടേംസ് വരുന്നതെങ്കിൽ it's better to use ratio test എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Absolutely convergent and conditionally convergent series. So, ഒരു സീരീസ് absolutely convergent ആവണമെന്ന് പറയണമെങ്കിൽ summation mod UN convergent ആവണം. എന്ന് വെച്ചാൽ ചില കേസസിൽ summation UN convergent ആയിരിക്കും, പക്ഷേ summation mod UN convergent ആവില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ, നിങ്ങൾ അതിന് മുന്നേ ശ്രദ്ധിക്കണം, നമ്മൾ ഈ പറഞ്ഞ റേഷ്യോ ടെസ്റ്റ്, റൂട്ട് ടെസ്റ്റ്, ഇതൊക്കെ അല്ലെങ്കിൽ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഇതൊക്കെ ഒന്നെങ്കിൽ എല്ലാ ടേംസും പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ എല്ലാ ടേംസും നെഗറ്റീവ് ആണ്. ഈ രണ്ട് കേസസിൽ ഇത് നടക്കുള്ളൂ. ഈ ടെസ്റ്റൊക്കെ എന്താ പറയുക, ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പം മാത്രമാണ്. പക്ഷേ ഇത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണെങ്കിൽ ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സോ an absolutely convergent series എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് summation UN is said to be absolutely convergent if summation mod UN is convergent. summation mod UN convergent ആണെങ്കിൽ summation UN ഉം convergent ആയിരിക്കും. കാരണം എന്താ, UN എപ്പോഴും mod UN കാട്ടും ചെറുതല്ലേ. ആൻഡ് സമ്മേഷൻ അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, സമ്മേഷൻ UN is less than or equal to summation mod UN. അപ്പോൾ സമ്മേഷൻ mod UN convergent ആണെങ്കിൽ സമ്മേഷൻ UN ഉം convergent ആയിരിക്കും. സോ absolutely convergent series are always convergent series. ഇനി conditionally convergent എന്ന് പറഞ്ഞാൽ a series summation UN is said to be conditionally convergent or semi-convergent if summation UN is convergent but summation mod UN is not convergent or it is divergent. ഒരു കണ്ടീഷണലി കൺവേർജ് എന്ന് പറഞ്ഞാൽ സമ്മേഷൻ മോഡ് UN കൺവേർജ് ചെയ്യില്ല, പക്ഷേ സമ്മേഷൻ UN കൺവേർജ് ചെയ്യും. ഈ ഒരു കേസാണ് കണ്ടീഷണലി കൺവേർജൻസ് എന്ന് പറയുന്നത്. അബ്സല്യൂട്ട്ലി കൺവേർജൻസ് ആണ് സമ്മേഷൻ UN ഉം സമ്മേഷൻ മോഡ് UN ഉം. സമ്മേഷൻ UN എടുത്ത് പറയണ്ട, കാരണം സമ്മേഷൻ മോഡ് UN കൺവേർജ് ചെയ്താൽ ഡെഫിനറ്റ്ലി സമ്മേഷൻ UN ഉം കൺവേർജ് ചെയ്യും. സോ സമ്മേഷൻ മോഡ് UN കൺവേർജ് ചെയ്യുന്നതാണ് absolutely convergence. and conditionally convergence ആണ് summation mod UN കൺവേർജ് ചെയ്യില്ല, പക്ഷേ summation UN കൺവേർജ് ചെയ്യും. അതാണ് സെമി കൺവേർജൻസ് ഓർ കണ്ടീഷണലി കൺവേർജൻസ്. ഇത് കുറച്ച് തിയറംസ് ആണ്. എവറി absolutely convergent series is convergent. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. Now the sum of an absolutely convergent series is independent of the order of terms. ഒരു absolutely convergent സീരീസിൻ്റെ ഓർഡർ ഓഫ് ടേംസിനോട് അത് ഇൻഡിപെൻഡൻ്റ് ആണ് സം. എന്ന് വെച്ചാൽ ഇപ്പോൾ 1 -1/2 +1/3 അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടെങ്കിൽ ഏതൊരു സീരീസ് ഉണ്ടെങ്കിലും അത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഓർഡർ മാറ്റി നമുക്ക് എഴുതാൻ കഴിയും. നെക്സ്റ്റ് ഇസ് പവർ സീരീസ്. So a series of real functions summation fn is said to be a power series around x equal to c if the function fn of x has the form fn of x is equal to an into x minus c the whole raised to n, where n equal to 0, 1, 2, 3 till n, where an and c belongs to R. So summation fn of x ഒരു പവർ സീരീസ് ആണെന്ന് പറയണമെങ്കിൽ fn of x എന്ന് പറയുന്നത് n ഉം x ൻ്റെയും ഒരു ഫംഗ്ഷൻ ആണ്.
So which is equal to an into x minus c the whole raised to n ആയിരിക്കണം fn of x, where an and c are belongs to real numbers. In other words, a series of the form summation n equal to 0 to infinity an into x minus c the whole raised to n is called power series around the point x equal to c. ഈ ഒരു ഫോമിലുള്ള സീരീസിനെയാണ് പവർ സീരീസ് എന്ന് വിളിക്കുന്നത്. Now, for c equal to 0, we have a power series as summation n equal to 0 to infinity an into x raised to n. c 0 കൊടുത്താൽ summation n equal to 0 to infinity an into x raised to n ആയിരിക്കും. Now, the power series is a function of x provided it converges for some or all of x. Power series എന്ന് പറയുന്നത് ഒരു എക്സിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും. ഇനി എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇത് ഏത് എക്സിനൊക്കെ കൺവേർജ് ചെയ്യും, ഏത് എക്സിനൊക്കെ ഡൈവേർജ് ചെയ്യും എന്നുള്ളത് വരുന്നത്. അങ്ങനെ ഉള്ള സീരീസിനെയാണ് പവർ സീരീസ് എന്ന് പറയുന്നത്. തിയറം: for the power series summation an into x raised to n, let rho is equal to lim sup of mod an raised to 1 by n or limit of mod an raised to 1 by n. അങ്ങനെ മതി. Then r is equal to 1 by rho. That is, if rho equal to 0, r എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. If rho equal to infinity, r എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്നുവെച്ചപ്പോൾ നമുക്കൊരു പവർ സീരീസ് തന്നിട്ടുണ്ട് an into x raised to n എന്ന് പറഞ്ഞിട്ട് പവർ സീരീസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് വിൽ ബി ഈക്വൽ ടു 1 by ലിമിറ്റ് n tends to infinity mod of an raised to 1 by n. ഇതായിരിക്കും റേഡിയസ് ഓഫ് കൺവേർജൻസ്. അപ്പോൾ ഈ ലിമിറ്റ് n tends to infinity mod an raised to 1 by n 0ലോട്ടാണ് ലിമിറ്റ് വരുന്നതെങ്കിൽ r എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. എന്ന് വെച്ചാൽ ഫുൾ എല്ലായിടത്തും കൺവേർജ് ചെയ്യും. എന്താ പറയുക, റേഡിയസ് ഓഫ് കൺവേർജൻസ് ഇൻഫിനിറ്റി ആയിരിക്കും. ഫുൾ ആറിൽ ഇത് കൺവേർജൻ്റ് ആണ് എന്നുള്ളതാണ് അർത്ഥം. ലിമിറ്റ് n tends to infinity mod an raised to 1 by n ഇൻഫിനിറ്റി ആണെങ്കിലോ അതിൻ്റെ അർത്ഥം r 0 ആണ്. എന്ന് വെച്ചാൽ ജസ്റ്റ് ആ പോയിന്റിൽ ആ റേഡിയസ് 0 എന്നാണ് ജസ്റ്റ് ആ പോയിന്റിൽ കൺവേർജ് ചെയ്തു എന്നുള്ളതാണ്. So the power series converges for mod x less than r. The power series diverges for mod x greater than r. അപ്പോൾ r ഇൻഫിനിറ്റി ആണെങ്കിൽ mod x ലെസ് ദാൻ ഇൻഫിനിറ്റി ആയ എല്ലാ സ്ഥലത്തും കൺവേർജ് ചെയ്യും. എന്ന് വെച്ചാൽ എന്താ, ഫുൾ റിയൽ നമ്പേഴ്സിൽ കൺവേർജ് ചെയ്യും. മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ ഫുൾ റിയൽ നമ്പേഴ്സിൽ കൺവേർജ് ചെയ്യും. ഗ്രേറ്റർ ദാൻ ഇൻഫിനിറ്റി ഒരു നമ്പർ ഉണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ ഫുൾ കൺവേർജ് ചെയ്യും. ഈക്വൽ ടു 0 ആണെങ്കിലോ mod x ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുമില്ല. റൈറ്റ്, mod x ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എവിടെയും കൺവേർജ് ചെയ്യില്ല. mod x ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാലോ mod x ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പം mod x ആ പോയിന്റ് ഒഴികെ എല്ലായിടത്തും നിങ്ങൾ എവിടെയാണോ എടുക്കുന്നത് ആ ഒരു സ്ഥലം ഒഴികെ എല്ലായിടത്തും ഡൈവേർജ് ചെയ്യും. ഇനി mod x ഈക്വൽ ടു r ആകുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ എക്സിന് വാല്യൂ കൊടുത്തിട്ട് ആ സീരീസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൺവേർജൻസോ ഡൈവേർജൻസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. So the r is called the radius of convergence and the open interval minus rr is known as the interval of convergence. r എന്ന് പറയുന്ന radius of convergence and minus r, r എന്ന് പറയുന്നതാണ് interval of convergence. കാരണം mod x less than r എന്ന് പറഞ്ഞാൽ minus r less than x less than r. ഈ ഒരു interval എന്ന് വെച്ചാൽ x belongs to minus r, rലാണ് കൺവേർജ് ചെയ്യുന്നത്. ഏത്? summation a n x raised to n. So interval of convergence ആണ് open interval minus r, r ആണ്. Now the above theorem is called the Cauchy-Hadamard theorem and it makes no statement as to whether the power series converges when mod x equal to r. അപ്പോൾ നമുക്ക് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഉണ്ടെങ്കിൽ mod x ലെസ് ദാൻ ആറിൽ കൺവേർജ് ചെയ്യും, mod x ഗ്രേറ്റർ ദാൻ ആറിൽ ഡൈവേർജ് ചെയ്യും എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ mod x ഈക്വൽ ടു ആറിൽ കൺവേർജ് ആണോ ഡൈവേർജ് ആണോ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. The radius of convergence of the series summation a n x raised to n is also given by r is equal to limit n tends to infinity mod a n by mod a n plus 1. That is, ഈ a n raised to 1 by നമുക്ക് ഈ ഒരു ലിമിറ്റ് തന്നെ ആയിരിക്കും. നമ്മുടെ റേഷ്യോസ് നമ്മൾ ലിമിറ്റ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കാറ്, ഇതും ഉപയോഗിക്കാൻ വരാറുണ്ട്. സോ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് power series summation a n x raised to n is also limit of mod a n by a n plus 1. Now last, by the interval of convergence means the set of x for which the power series converges. Interval of convergence എന്നാൽ ഏതൊക്കെ എക്സിനാണോ ഈ പവർ സീരീസ് കൺവേർജ് ചെയ്യുന്ന ആ സെറ്റ് ഓഫ് പോയിന്റിനെയാണ് interval of convergence എന്ന് പറയുന്നത്. Now for example, summation x raised to n by n എവിടെയാണ് കൺവേർജ് ചെയ്യുക എന്നുള്ളതാണ്. summation x raised to n by n-ൽ a n എന്താണ്? a n is 1 by n. അപ്പോൾ നമുക്ക് r എന്താണെന്നറിയാം, ലിമിറ്റ് ഓഫ് mod a n by a n plus 1.
So this is equal to limit n tends to infinity. Modulus of a എന്ന് പറയുന്ന 1 by n. n plus 1 എന്നാണ് 1 by n plus 1. So this is equal to 1. So നമ്മുടെ r എന്ന് പറയുന്ന 1 ആണ്. So our radius of convergence is 1. And interval of convergence എന്താണ്? Open minus 1, 1. So x belongs to minus 1, 1 ഇത് കൺവേർജ് ചെയ്യും. ഇതല്ലാത്ത എല്ലാ സ്ഥലത്തും in the sense mod x greater than 1 summation x raised to n by n ഡൈവേർജ് ചെയ്യും. -1ൻ്റെയും 1ൻ്റെയും കേസിൽ നമ്മളത് എടുത്ത് ട്രൈ ചെയ്യണം. എക്സിന് -1 1 കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം മോഡ് എക്സ് ലെസ് ദാൻ 1 കൺവേർജ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഓപ്പൺ -1, 1 കൺവേർജ് ചെയ്യുന്നു. മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ഡൈവേർജ് ചെയ്യുന്നു എന്നും നമുക്കറിയാം. ഈ മോഡ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ -1. ഈ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ -1 എന്ന് പറഞ്ഞാൽ ഇതെന്താ? എക്സ് ഈക്വൽ ടു 1 വരുമ്പോൾ എന്താ? 1 by n ആണ്. -1 വരുമ്പോൾ -1 the whole raised to n by n. ഇതിൽ 1 by n എന്ന സീരീസ് കൺവേർജൻ്റ് അല്ല. കാരണം എന്താ? ഇത് 1 by n raised to p എന്നാണ് 1 by n raised to 1 ആണ്. p is equal to 1. So summation 1 by n raised to p is divergent. ഇതൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് ആൻഡ് ഇതൊരു കൺവേർജൻറ്റ് സീരീസ് ആണ്. സോ എക്സ് ഈക്വൽ ടു 1 ഡൈവേർജൻറ്റും എക്സ് ഈക്വൽ ടു -1 കൺവേർജൻറ്റുമാണ്. നമുക്ക് കുറച്ച് തിയറംസ് ആണ്. So let r be the radius of convergence of summation a n x raised to n and let k be a closed and bounded interval contained in the interval of convergence open minus r, r. Then the power series converges uniformly on k. So ഈ interval of convergence-ൻ്റെ ഉള്ളിലെ ഏതൊരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവൽ എന്ന് വെച്ചാൽ ഏതൊരു കോമ്പാക്ട് ഇൻ്റർവെലിൻ്റെ ഉള്ളിലും ഈ സീരീസ് യൂണിഫോംലി കൺവേർജൻ്റ് ആയിരിക്കും. And the limit of power series is continuous on the limiter on the interval of convergence. So ഈ ലിമിറ്റ് ഓഫ് പവർ സീരീസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഈ ഫംഗ്ഷൻ ഈ ഇൻ്റർവൽ ഓഫ് കൺവേർജൻസിനുള്ളിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ആൻഡ് എ പവർ സീരീസ് ക്യാൻ ബി ഇൻ്റഗ്രേറ്റഡ് ടേം ബൈ ടേം over any closed and bounded interval contained in the interval of convergence. So ഒരു പവർ സീരീസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ടേം ബൈ ടേം ഇൻ്റഗ്രേറ്റ് ചെയ്യാം ഓവർ എനി ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവൽ കണ്ടെയ്ൻഡ് ഇൻ ദി ഇൻ്റർവൽ ഓഫ് കൺവേർജൻസ്. ഇൻ്റർവൽ ഓഫ് കൺവേർജൻസിൻ്റെ ഉള്ളിലുള്ള ഏതൊരു ആ ഇൻ്റർവലിൻ്റെ ഉള്ളിൽ ഈ ഫുൾ സീരീസ് നമുക്ക് ടേം ബൈ ടേം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും. ഇനി ഡിഫറൻസിയേഷൻ തിയറം. സോ പവർ സീരീസ് ക്യാൻ ബി ഡിഫറൻഷിയേറ്റഡ് ടേം ബൈ ടേം within the interval of convergence. Integration പോലെ തന്നെ ടേം ബൈ ടേം ഡിഫറൻഷിയേറ്റ് ചെയ്യാം within the interval of convergence ഒരു പവർ സീരീസിന്. In fact, if f of x is equal to summation n equal to 0 to infinity a n x raised to n, then f dash of x is equal to summation n equal to 1 to infinity n into a n into x raised to n minus 1 for mod x less than r. അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ എന്തായിരിക്കും? ഇപ്പോൾ ഇൻറ്റഗ്രൽ എഫ് ഡി എക്സ് എന്തായിരിക്കും? summation n is equal to -1 to infinity വരും. or you could just write 0 to infinity. എന്തായിരിക്കും? a n x raised to n നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം with respect to x. so x raised to n plus 1 by into a n by n for mod x less than r. ഇതായിരിക്കും ഇൻ്റഗ്രേഷൻ വരിക. ഓരോ ടേമിനും ടേം ബൈ ടേം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഡിഫറൻസിയേഷനും അതേപോലെ തന്നെ. Both the series have the same radius of convergence. So F-നും F' സെയിം റേഡിയസ് ഓഫ് കൺവേർജൻസ് ആയിരിക്കും. എഫ് എവിടേക്ക് കൺവേർജ് ചെയ്യുന്നു അവിടേക്ക് F' കൺവേർജ് ചെയ്യും. അതേപോലെ F' എവിടേക്ക് കൺവേർജ് ചെയ്യുന്നു അവിടേക്ക് F'ും കൺവേർജ് ചെയ്യും. അതേപോലെ തന്നെ എഫ് എവിടേക്ക് കൺവേർജ് ചെയ്യുന്നു അവിടെ തന്നെ F' ഇൻ്റഗ്രൽ F'ും കൺവേർജ് ചെയ്യുന്നത്. സോ F' ഇൻ്റഗ്രൽ F has the same radius of convergence. So that's it. നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ സീക്വൻസസ് ഡിസ്കസ് ചെയ്തു. ബൗണ്ടഡ്, മോണോട്ടോണിക് സീക്വൻസസ്, കൺവേർജൻറ്റ് സീക്വൻസസ്, ഡൈവേർജൻറ്റ് സീക്വൻസസ്, ഓസിലേറ്ററി സീക്വൻസസ്, പിന്നെ സീക്വൻസസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, കുറച്ച് ടെസ്റ്റ്സ്, പിന്നെ സീരീസ് പറയുമ്പോൾ കൺവേർജൻറ്റ് സീരീസ്, ഡൈവേർജൻറ്റ് സീരീസ്, ഓസിലേറ്ററി സീരീസ്, പിന്നെ നെസസറി കണ്ടീഷൻ പറഞ്ഞു, പിന്നെ കൺവേർജൻസിൻ്റെ ടെസ്റ്റുകൾ കമ്പാരിസൺ ടെസ്റ്റ്, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്, റേഷ്യോ ടെസ്റ്റ്, റൂട്ട് ടെസ്റ്റ്. അവസാനം നമ്മൾ പറഞ്ഞ പവർ സീരീസിനെ പറ്റി. പവർ സീരീസിൽ മെയിനായിട്ട് റേഡിയസ് ഓഫ് കൺവേർജൻസ്, ഇൻ്റർവൽ ഓഫ് കൺവേർജൻസ്, ടേം ബൈ ടേം ഡിഫറൻസിയേഷൻ, ടേം ബൈ ടേം ഇൻറ്റഗ്രേഷൻ. മോക്ക് ടെസ്റ്റ്സ് ഒക്കെ എല്ലാ ടോപ്പിക്സിൻ്റെയും അറ്റൻഡ് ചെയ്യണം. നോട്ട്സ് ഒക്കെ ഗോ ത്രൂ ചെയ്യണം. ആൻഡ് കീപ് ട്രാക്ക്. താങ്ക് യു.